മുഴങ്ങുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ പേര് കഴിഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനുഷ്യൻ ഈ ഭൂലോകത്ത് നിന്ന് യാത്ര ചെയ്തു പോകുമ്പോ മയ്യിത്ത് നമസ്കാരം അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു ഉപാധിയാക്കിയിട്ട് വെച്ചു. ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ, രണ്ടാമത്തെ തക്ബീറിന് ശേഷം ഒറ്റ നമസ്കാരത്തിലുമില്ലാത്ത ഒരു വ്യത്യസ്തമായ ആചാരമാണ് രണ്ടാമത്തെ തക്ബീറിന് ശേഷം സലാത്താണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. ആ കെയറോഫിൽ കേണം മരിച്ചു കിടക്കുന്ന മയ്യിത്തെ നിനക്ക് അല്ലാഹു പുറത്തു തരാനെന്ന് റബ്ബ് പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് സലാത്ത്, ജീവിതത്തിന്റെ വസന്തമേ സലാത്ത്, പാപങ്ങളുടെ മോചനമേ സലാത്ത്, ശിഫയേ സലാത്ത്, കരുത്തേ സലാത്ത്, അഭിമാനമേ സലാത്ത്, ഇരുലോകങ്ങളുടെ വിജയമേ സലാത്ത്. നാളെ ചില ആളുകൾക്ക് സ്വർഗത്തിന്റെ വാതിൽ പിഴച്ചു പോകുമെന്ന് പുണ്യ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എന്റെ സലാത്ത് മറന്നവരായിരിക്കുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇനി ഇതിന്റെ പ്രാധാന്യം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ ചിലർക്ക് എന്നെ കാണാനുള്ള ദൃഷ്ടി നഷ്ടപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ. അതുകൊണ്ട് സലാത്ത് ഈ ഉമ്മത്തിന്റെ ജീവവായുവായിരിക്കട്ടെ. അല്ലാഹു തആല അതിനെ മുറുകെ പിടിച്ച് ജീവിക്കാനും മരിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എനിക്ക് വലിയ എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും അഭിമാനവും അല്ലാഹു തആലയോട് അങ്ങേയറ്റം ശുക്റും നന്ദിയും സ്തുതിയും തോന്നുന്ന ഒരു നിമിഷം, ഏതോ ഒരു സഹോദരൻ, ഏതോ ഒരു സഹോദരി നാട്ടിൽ വെച്ചോ മറുനാട്ടിൽ വെച്ചോ ആ പ്രസംഗം കേട്ടു, ആ കാസറ്റ് കേട്ടു, ആ വാക്ക് കേട്ടു, ഞാൻ ദിവസം 1000 സ്വലാത്ത് ചൊല്ലാൻ തീരുമാനിച്ചു, ഞാൻ ദിവസം ഇപ്പൊ 500 ചൊല്ലുന്നു, ഞാൻ ഇപ്പൊ 1000 ചൊല്ലുന്നു എന്ന് ഒരു സഹോദരനോ ഒരു സഹോദരിയോ, പരിചയമില്ലാത്ത ഒരു മുഖം അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരാളുടെ ഒരു കത്ത് വരുന്നതാണ്. ഇവന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ സൗഭാഗ്യമേ സലാത്ത്, നമ്മുടെ ജീവിതത്തിന്റെ പുണ്യമേ സലാത്ത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യത്തിൽ വിശ്വസിച്ചവരായ മുഅ്മിനുകളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങളും അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹു